നമസ്കാരം. തെന്നിന്ത്യൻ പ്രേക്ഷകർ ഇരുകൈയും നീട്ടി സ്വീകരിച്ച താരമാണ് മഞ്ജു വാര്യർ. പ്രഗത്ഭരായ നിരവധി നടിമാർ ഇവർക്ക് മുമ്പും ശേഷവും മലയാളത്തിൽ വന്നിട്ടുണ്ടെങ്കിലും മഞ്ജുവിന് ലഭിച്ച അത്രയും മികച്ച സിനിമകൾ ഇവർക്ക് ലഭിച്ചില്ല. ശ്രദ്ധേയമായ നിരവധി സിനിമകൾ മഞ്ജുവിന് ലഭിച്ചു. സ്വന്തം ശബ്ദത്തിൽ ഡബ്ബ് ചെയ്തതും മഞ്ജുവിനെ തുണച്ചിരുന്നു. സമറിൻ ബത്ലം, ആറാം തമ്പുരാൻ, പത്രം, കണ്ണെഴുതി പൊട്ടും തൊട്ട് തുടങ്ങിയ സിനിമകളിലൂടെ മലയാളത്തിൽ തരംഗം സൃഷ്ടിക്കാൻ മഞ്ജു വാര്യർക്ക് സാധിച്ചു. താരത്തിന്റെ തിരിച്ചുവരവിന് ശേഷമുള്ള വാർത്തകൾ വലിയ രീതിയിൽ ചർച്ചയാണ്. താരത്തിന്റെ പുതിയ വാർത്തകളെല്ലാം ചർച്ചയാകാറുണ്ട്. ഇപ്പോഴത്തെ മഞ്ജു വാര്യർ തന്റെ അച്ഛനെയും അമ്മയെയും കുറിച്ച് പറയുന്ന ഒരു കുറിപ്പാണ് വൈറലാകുന്നത്. ആരോഗ്യം ആനന്ദമാണ്, ആരോഗ്യമുള്ള ജീവിതമാണ് തന്റെ നിക്ഷേപമെന്ന് മഞ്ജു വാര്യർ പറയുന്നു. ഇന്നലെ ലോക ക്യാൻസർ ദിനമായിരുന്നു. ക്യാൻസർ പ്രതിരോധത്തിനും ചികിത്സയ്ക്കുമായി സംസ്ഥാന ആരോഗ്യ വകുപ്പ് നടപ്പിലാക്കുന്ന ആരോഗ്യമാനന്ദം പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് മഞ്ജു ഇങ്ങനെ പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ നിക്ഷേപം എന്ന് പറയുന്നത് ആരോഗ്യമുള്ള ഒരു ശരീരമാണ്. മഞ്ജു പറയുന്നു, ശരീരത്തെ ആരോഗ്യകരമായി സൂക്ഷിക്കുക എന്നതാണ് നമുക്ക് നമ്മളോട് തന്നെ ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഒരുപാട് മഹാമാരികളെ ഒറ്റക്കെട്ടായി നിന്ന് ചെറുത്തു തോൽപ്പിച്ചവരാണ് നമ്മൾ. പക്ഷേ ക്യാൻസർ എന്ന പേര് കേൾക്കുമ്പോൾ ഭയത്തോടെ സംശയത്തോടെ കാണുന്ന കണ്ണുകൾ ഞാൻ ചുറ്റിനും കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുള്ളത് ക്യാൻസർ എന്ന രോഗത്തേക്കാൾ അപകടകാരി ആ രോഗത്തെക്കുറിച്ചുള്ള തെറ്റായ അറിവുകളാണ് എന്നുള്ളതാണ്. എന്റെ സ്വന്തം ജീവിതത്തിൽ ക്യാൻസറുമായി ബന്ധപ്പെട്ട് പല അവസ്ഥകളും കടന്നുപോയിട്ടുണ്ട്. എന്റെ അച്ഛനും അമ്മയും ക്യാൻസർ രോഗികളായിരുന്നു. അവർ അത് വന്നതുകൊണ്ട് കരഞ്ഞു തളർന്നില്ല. അവർ അതിനെ ചികിത്സിച്ചു ഭേദമാക്കിയവരാണ്. അച്ഛന് പലവട്ടം ക്യാൻസറിനെ അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ട്. ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ ഇനി ജീവിതം ഒന്നും ഇല്ലെന്ന് കരുതി ജീവിക്കുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. പക്ഷെ എന്റെ മുന്നിലുള്ളത് എന്റെ അമ്മയാണ്. ബ്രസ്റ്റ് ക്യാൻസർ വന്നതിനെ ധൈര്യത്തോടെ ഒരു ചിരിയോടെ ചേർത്ത് തോൽപ്പിച്ചു. പഴയതിലും ഭംഗിയായി, സുന്ദരിയായി, പഴയതിലും ആക്റ്റീവായി ജീവിതത്തെ അഭിമുഖീകരിക്കുന്ന എന്റെ അമ്മ എന്റെ വീട്ടിലുണ്ട്. വളരെ പ്രതീക്ഷയോടെ, വളരെ ഇൻസ്പിറേഷണലായി, വളരെ ആകാംക്ഷയോടെ ഞാൻ നോക്കിക്കാണുന്ന ആളാണ് എന്റെ അമ്മ. അമ്മയുടെ കാര്യത്തിൽ കൃത്യമായ സമയത്ത് രോഗം കണ്ടുപിടിക്കുകയും കൃത്യമായ ചികിത്സയിലൂടെ അത് ഭേദമാക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഏറ്റവും വലിയ ആശ്വാസം. ക്യാൻസറിനെ സംബന്ധിച്ച് പല കാര്യങ്ങളുണ്ട്. ആദ്യമേ രോഗം കണ്ടെത്തുക എന്നുള്ളതാണ്. പിന്നെ രണ്ടാമതായി പറയാനുള്ളത് ഇന്നത്തെ ആധുനിക കാലത്തിൽ കൃത്യമായി ആ രോഗത്തിനുള്ള സാധ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളതും അറിയാൻ കഴിയും. ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണം, ജീവിതശൈലിയിൽ വരുത്തേണ്ട മാറ്റങ്ങളൊക്കെയും ഈ രോഗത്തെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനമാണ്. അങ്ങനെയുള്ള ഇടത്താണ് സർക്കാരിന്റെ ആരോഗ്യ ആനന്ദം എന്ന പദ്ധതിയുടെ പ്രാധാന്യം എടുത്തു പറയേണ്ടതെന്ന് മഞ്ജു പറയുന്നു. അതേസമയം ശരീരഭാഗത്ത് എവിടെയെങ്കിലും രോഗം എത്തിയാൽ ശരീരം അപ്പാടെ കാർന്നു തിന്നുന്ന ഭീകര രോഗം. അസുഖം ബാധിക്കുന്ന ശരീരഭാഗം മുറിച്ചു മാറ്റുകയോ ഡോസ് കൂടിയ മെഡിസിൻ എടുക്കുകയോ അല്ലാതെ മാനവരാശിയെ ഭീതിപ്പെടുത്തുന്ന രോഗത്തിന് നിത്യശാന്തി കിട്ടുന്നത് ചുരുക്കം കേസുകളിലാണ്. മരുന്നിനുമൊപ്പം ഉറച്ച മനസ്സോടെ രോഗത്തെ കീഴ്പ്പെടുത്തുകയാണ് ഏറ്റവും നല്ല മാർഗമെന്നാണ് രോഗത്തിന് കീഴ്പ്പെട്ടവർ പറയുക. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളിൽ അവരുടെ പ്രിയപ്പെട്ടവരിൽ പലർക്കും ക്യാൻസർ ബാധിച്ചിട്ടുണ്ട്. പലരും ഉറച്ച മനസ്സോടെ ക്യാൻസറിനെതിരെ പോരാടിയവർ. ചിലർ ഉറച്ച മനസ്സോടെ ക്യാൻസറിനെതിരെ അവസാന ശ്വാസം വരെയും പോരാടി. ഇന്നസെന്റിന്റെയും കവിയൂർ പൊന്നമ്മയെയും ശരണ്യ ശശിയെയും ഒക്കെ അക്കാലത്തിൽ നഷ്ടപ്പെടാൻ കാരണം ക്യാൻസർ ആയിരുന്നു. നടനും മഞ്ജു വാര്യരുടെ മുൻ ഭർത്താവുമായ ദിലീപ് ക്യാൻസറിനെതിരെയുള്ള പോരാട്ടത്തിൽ മുൻപതിൽ തന്നെ ഉണ്ടായിരുന്നു. കാരണം അദ്ദേഹത്തിന്റെ അച്ഛൻ ക്യാൻസർ ബാധിച്ചാണ് മരണപ്പെടുന്നത്.